കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം പിടിച്ചുവാങ്ങിയെങ്കിലും കോൺഗ്രസിൽ കെ സുധാകരൻ ഒറ്റപ്പെടുകയാണ്. എത്രകാലം ഈ രീതിയിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയും എന്ന ചോദ്യമാണ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. കെ.പി.സി.സി അധ്യക്ഷനായി വീണ്ടും ചുമതലയേൽക്കാനെത്തിയ കെ സുധാകരൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് കെ.പി.സി.സി ഓഫീസിൽ കാണാൻ കഴിഞ്ഞത്. കെ.പി.സി.സിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന എം ഹസനാണ് ആ ചുമതല തിരികെ കെ സുധാകരന് കൈമാറേണ്ടിയിരുന്നത്. എന്നാൽ എം ഹസൻ കെ.പി.സി.സി ഓഫീസിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചടങ്ങിന് ഉണ്ടാകുമോ എന്ന് കെ സുധാകരൻ പ്രതീക്ഷിച്ചോ എന്നറിയില്ല. എന്തായാലും വി.ഡി. സതീശനും ചടങ്ങിനെത്തിയില്ല. മറ്റു പ്രമുഖ നേതാക്കളെന്ന് പറയാൻ തക്ക ആരും കെ.പി.സി.സിയിൽ ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ കെ സുധാകരന്റെ കുറച്ച് അനുയായികളും സുധാകരനും പങ്കെടുത്ത ചടങ്ങായി അത് മാറി. എം ഹസൻ എത്താത്തതിന്റെ അതൃപ്തി കെ സുധാകരൻ മറച്ചുവെച്ചില്ല. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാന്നിധ്യത്തിന് എനക്കൊരു പ്രയാസവും തടസ്സവും ഞാൻ എത്തുകൊണ്ട് ഹസനെ വിളിച്ച് ചോദിക്കുന്നു. ശാന്തം പാവം. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അതായത് എം ഹസൻ കൂടി ഇവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. ഹസൻ മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ചുമതല കൈമാറുമ്പോൾ അതെ ഹസൻ മാത്രമല്ലെന്നേ, ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കെ സുധാകരനോട് ഏറെ അകലത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. അതിനോടുള്ള സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, ആകെ പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാർട്ടിക്കകത്ത് ഒരു ചെറിയ സംഭവമാണ് ഈ ചാർജ് എടുക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളത് വലുതാന്ന് കണ്ട് മനസ്സിലാക്കി. കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇന്ന് നടക്കുന്നത് ആണ്. അപ്പൊ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചെറുതാണ്. അതൊക്കെ നിശ്ചയിക്കുന്നത് അവരവർക്കല്ലേ. ചെറുത് ഇത് വലുത് എന്നൊക്കെ അവരവരല്ലേ നിശ്ചയിക്കണ്ടേ, അതുകൊണ്ട് നമ്മളാരല്ലോ. മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ വീട്ടിൽ പോയി കണ്ട ശേഷമാണ് കെ സുധാകരൻ കെ.പി.സി.സി ഓഫീസിലെത്തിയത്. കെ സുധാകരന് സംഘടനാ സംവിധാനം ശരിയായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ആരോപണമുയർത്തി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളാണ് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നു. എന്തായാലും കോൺഗ്രസിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാവുകയാണ്. കെ സുധാകരനെതിരെ വലിയ നടപടികൾക്ക് എ.ഐ.സി.സി തൽക്കാലം തയ്യാറാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നാൽ വലിയ പൊട്ടിത്തെറിയിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.